നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ചത്തുപോയ ആ മനുഷ്യൻ മാത്രമേ കരയൂ. അതെ, ഞാൻ പറഞ്ഞ യാമിനിക്ക് മനസ്സിലാവുന്നുണ്ടോ? യാമിനി അല്ല സർ, എന്റെ പേര് നന്ദിനി. സോ വാട്ട്? നന്ദിനി ആയാലും യാമിനി ആയാലും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. മനസ്സിലാവുന്നുണ്ട് സർ. ആ, മനസ്സിലാക്കാനേ പാടുള്ളൂ. എന്നോട് സാധാവൊന്നും പാടില്ല കേട്ടോ. സർ, ഒരുപാട് കുടിക്കണ്ട. എങ്ങനെ? എനിക്ക് ഒരുപാട് കുഴപ്പമുണ്ട്. കുടിക്കണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ ഞാൻ കുടിക്കും. ഒരുപാട് കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് കുടിക്കും. എനിക്ക് ഒരാളെയും അനുസരിക്കാൻ അറിയില്ല. ഞാൻ അങ്ങനെ അങ്ങ് പോകും. ഈ വെളിച്ചത്തിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോ ഒരിരുട്ടല്ലേ? അതുപോലെയാണ് സൂര്യയുടെ ജീവിതം. ഓക്കെ, കള്ളു കുടിച്ച് കുഴഞ്ഞു നിൽക്കുന്ന ഒരുത്തിന്റെ അടുത്ത് ഒരു പാവപ്പെട്ട പെൺകുട്ടി നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്തിനാ ഞാനായിട്ട് തനിക്കൊരു മാനക്കേട് വാങ്ങിച്ചു തരുന്നേ? കിങ്ങിണി പോയിക്കോ. സർ, കിങ്ങിണിയല്ല. എന്ത് മണിയാണെങ്കിലും പൊക്കോ. സർ, താഴെ റൂമിൽ ചെന്ന് കിടക്കണം സർ. നോ, നല്ല മഞ്ഞുണ്ട് ഇവിടെ. ഈ തറയില് തണുത്ത് വിറങ്ങലിച്ച് അങ്ങനെ കിടക്കാനേ ഒരു രസമാ. ഒരു ദിവസം ഞാൻ അങ്ങനെ വിറങ്ങലിച്ചൊരു കിടപ്പുണ്ട്. എല്ലാവരുടെ പരാതികളും അവസാനിപ്പിച്ച്, എല്ലാവരുടെയും ശാപങ്ങളും അവസാനിപ്പിച്ച് ഒരു കിടപ്പ്. രാവിലെ എന്തോ തണുപ്പ്. അതെ, എന്താ സാറേ? ഇവിടെ തൊട്ടടുത്ത് എവിടെ കടയുള്ളത്? എന്തിനാ സാറേ? അതെ, എല്ലാം പാക്ക് ചെയ്തെടുത്ത് വെച്ചപ്പോ ബ്രഷ് എടുക്കാൻ മറന്നുപോയി. ബ്രഷ് വാങ്ങിക്കണം. അയ്യോ സാറേ, ഇവിടെ തൊട്ടടുത്തൊരു കടയുണ്ട്. അയാള് 10 മണി കഴിഞ്ഞ് തുറക്കും. പിന്നെ ഉള്ളത് കുറച്ച് അപ്പുറത്താ. ഞാൻ വേണേ പിള്ളേരെ വിട്ട് വാങ്ങിപ്പിക്കാം. എന്തൊരു നാടാ ഇത്! പല്ല് തേക്കാൻ പോലും ഒരു മാർഗവുമില്ല. സാറേ, ഞങ്ങളുടെ നാട്ടുകാർക്ക് പല്ല് തേക്കാൻ അങ്ങനെ ബ്രഷ് ഒന്നും വേണ്ട. പിന്നെ നിങ്ങൾ പല്ല് തേക്കില്ലേ? അതിനല്ലേ സാറേ ഇത്. പണ്ടത്തെ കാരണവന്മാരൊക്കെ ഇത് വെച്ചാ പല്ല് തേച്ചിരുന്നേ. ഇത് വെച്ചോ? ആ, അതെ സാറേ. ഇതിന്റെ ഒരു തല എടുത്തിട്ട് ഒന്ന് കടിച്ചു ചതയ്ക്കും. പിന്നെ അങ്ങ് തേച്ചു കൊടുത്താലേ പല്ല് നല്ല വെള്ളി പോലെ വെട്ടിത്തിളങ്ങും. ആണോ? ആ, അതെ. അതൊന്നും അറിയണമല്ലോ. ഇത് പിടിക്ക് സാർ. അല്ല, ഇതിന്റെ ഏത് ഭാഗം കടിക്കേണ്ടത്? ഏതായാലും കുഴപ്പമില്ല സാറേ. ആ, എന്തു വെച്ചു സാറേ? ഇത് ഭയങ്കര കയ്പാണല്ലോ. ആര്യവേപ്പിന്റെ തണ്ടിന് പിന്നെ കയ്പല്ലാതെ എന്താ ഉണ്ടാവുക? പക്ഷേ
കയ്പ് സഹിച്ച് സാറൊന്ന് തേച്ചു നോക്ക്. പല്ല് നല്ല വെട്ടിത്തിളങ്ങുന്നത് കാണാം. അല്ല, പേടിയാണെങ്കി വേണ്ട കേട്ടോ. പേടിയോ? എനിക്കോ? ഈ ഒരു ചെറിയ കമ്പനെ പേടിക്കുന്നവനല്ല ഈ വിജയകുമാർ. അയ്യോ, അയ്യോ അയ്യോ, പല്ല് വേദനിക്കുന്നേ. അയ്യോ, എന്റെ പല്ല് വേദനിക്കുന്നേ. സാറേ, പേടിക്കണ്ട. എന്റെ പല്ലെല്ലാം പോയേ. അയ്യോ അമ്മാ. അയ്യോ. ഞാനൊരു ബ്രഷ് വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഈ തള്ള ഒരു മരക്കുറ്റി എടുത്ത് തന്നിട്ട് അത് വെച്ച് തേച്ചാ മതി എന്ന് പറഞ്ഞു. ദേ നോക്ക്, ഇതെന്റെ പല്ലിന്റെ പോടിനകത്ത് കയറിപ്പോയി. ഇത് വെറും കമ്പല്ല മോളെ, ആര്യവേപ്പിന്റെ കമ്പാ. നിങ്ങളെ പോലുള്ള കാട്ടുവാസികള് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് കരുതി സിറ്റിയിൽ നിന്ന് വന്ന വിജയ്ക്ക് അത് ശീലം ഉണ്ടാവോ? അതെ അതെ അതെ, ഏട്ടൻ ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ വന്നവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണെന്ന് കരുതണ്ട. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞില്ലെങ്കിൽ ഡാഡിയോട് പറഞ്ഞ് ഇപ്പൊ തന്നെ പിടിച്ചു പുറത്താക്കും എല്ലാത്തിനെയും. അയ്യോ, എന്തോറ്റി മുത്തശ്ശി? സാറ് വേപ്പിൻ തണ്ടുകൊണ്ട് പല്ല് തേക്കണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് മുത്തശ്ശിക്ക് വേറെ പണിയില്ലേ? പിടിച്ചോണ്ട് പോകുന്നുണ്ടോ ഇവരെ? രാവിലെ തന്നെ മനുഷ്യനെ മൂഡ് ഓഫ് ആക്കാനായിട്ട് വന്നോളൂ. അതെ, ഇതാണ് നിങ്ങളുടെ കുറ്റി. സർ, എല്ലാവർക്കും ഉള്ള ബ്രഷും പേസ്റ്റും ഒക്കെ ബാത്റൂമിൽ വെച്ചിട്ടുണ്ട്. സാറ് ചിലപ്പോ നോക്കാഞ്ഞിട്ടാവും. സോറി സർ. മുത്തശ്ശി വാ. മോളെ ഇന്ദ്രജേ, ഈ പല്ലിന്റെ പോടിന്റെ ഇടയിൽ ചോര വരുന്നുണ്ടോ നോക്കിയേ. തനിച്ചങ്ങ് നോക്കിയാ മതി. തനിച്ചെങ്ങനാ പല്ലിന്റെ ഇടയിൽ നോക്കുന്നേ? ആ, ഇക്കണക്കിനാണെങ്കിലേ ചേച്ചി ഡിവോഴ്സിന് പോകാനുള്ള സാധ്യത വളരെ അധികമാ കേട്ടോ. എന്ത് ഡിവോഴ്സ്? ഒന്നിച്ച് ജീവിക്കുന്നവരല്ലേ പിരിയാൻ പോകുന്നത്. ഇതെന്തോന്ന്? അവര് ജീവിക്കുന്നു, ഞാൻ അനുഭവിക്കുന്നു. കിളവിയുടെ ഒരു വേപ്പ്. മുത്തശ്ശി, നമ്മളെയൊന്നും ഒരു പരിഷ്കാരവും ഇല്ലാത്തവരായിട്ട് അവർ കാണുന്നത്. നല്ലത് പറഞ്ഞാലും അത് തെറ്റായിട്ടേ അവർക്ക് തോന്നൂ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു? എനിക്കറിയാവുന്ന ഭാഷയിലല്ലേ എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റൂ. ഒരു ഭാഷയും ഇല്ലാത്തൊരു പണിയുണ്ട്, നാവനക്കാതെ വെക്ക. അപ്പൊ ആർക്കും ഒരു പണിയും ഉണ്ടാവില്ല. ആ, നീ എന്താ ഇന്നിത്ര നേരത്തെ? ഞാൻ പറഞ്ഞിരുന്നില്ലേ ചേച്ചിയോട് ഇന്ന് ടെസ്റ്റ് പേപ്പർ ഉള്ള കാര്യം? ആ, നീ കഴിച്ചോ? ആ, കഴിച്ചു. ഞാൻ ചെന്നിട്ട് അവിടെ ചുട്ടുവെച്ച ദോശയുടെ എണ്ണം നോക്കുമ്പോ കഴിച്ചിട്ടില്ലെങ്കിൽ വരുമ്പോ അറിയാം. ഞാൻ കഴിച്ചു.